വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 150 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് 151 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين. والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. മൂസ അലൈഹിസ്സലാമിൻ്റെയും ഇസ്രായേല്യരുടെയും ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെയാണ് സൂറത്തുൽ അറാഫിലെ ഈ ആയത്തുകൾ കടന്നു പോകുന്നത്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചിത സമയത്ത് ചെന്നെത്തി അള്ളാഹുവുമായി അശരീരി രൂപത്തിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് ചില കൽപ്പനകളുടെ ലൗഹുകൾ നൽകി. ആ ലൗഹുകളുമായിട്ട് മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേലിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിനിടയിൽ ഇസ്രായേല്യർ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന സീന മരുഭൂമിയിലെ ക്യാമ്പില് ചില സംഭവങ്ങൾ ഉണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മന്നയും സെൽവയും വർഷിക്കുന്നു. മേഘക്കുട കൊണ്ട് അള്ളാഹു തണൽ നൽകുന്നു. പാറയിൽ മൂസ അലൈഹി ഇസ്ലാം വടിയടിച്ചപ്പോൾ 12 അരുവികൾ അവർക്കായിട്ട് ഒഴുകുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും ആസ്വദിച്ചും കഴിയാണവർ. പക്ഷെ അതിനിടയിൽ അവരിൽ തന്നെയുള്ള സാമിരി എന്ന ഒരു പുരോഹിതൻ, ഒരു കപടൻ രംഗത്ത് വരുന്നു. എന്നിട്ട് അവരുടെ അകത്ത് ഉറഞ്ഞുകൂടിയിരുന്ന ബഹുദൈവത്വപരമായ ചിന്തകളെ ഉണർത്തുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള ആഭരണങ്ങളെല്ലാം കൊണ്ടുവരും. അയാള് അത് ഉപയോഗിച്ചിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കുന്നു. അതിൻ്റെ വായില് എന്തോ സൂത്രപ്പണി ചെയ്തിട്ട് കാറ്റടിക്കുമ്പോൾ അത് പ്രത്യേകമായ മൊക്ര പോലെയുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവര് പശുക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അല്ലെങ്കിൽ അത് സംഭവിച്ചു. അവരിൽ ഒരു വിഭാഗം ആളുകൾ അതില് തൗബ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ മൂസ അലൈഹി ഇസ്ലാം തന്റെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ, തൻ്റെ ജനതയെ, ഇസ്രായേല്യരെ
എല്ലാ നിലയിലും അവർക്ക് നേതൃത്വം നൽകാൻ, മേൽനോട്ടം വഹിക്കുവാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷെ ഹാറൂൻ അലൈഹിസ്ലാം അവിടെ നിസ്സഹായനായി പോയി. അങ്ങനെ തിരിച്ചെത്തിയ മൂസ അലൈഹിസ്ലാം ഹാറൂൻ അലൈഹിസ്ലാമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വർത്തമാനം പറയുന്നു. ഹാറൂൻ അലൈഹിസ്ലാമിന്റെ താടിക്ക് പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ ഹാറൂൻ അലൈഹിസ്ലാം എന്ത് പറഞ്ഞു? ഫലാ തുഷ്മിത് ബിയൽ അഅദ, ശത്രുക്കൾക്ക് മുമ്പിൽ അവർക്ക് കളിയാക്കാൻ പാകത്തിൽ, അവർക്ക് പരിഹസിക്കാൻ പാകത്തിൽ എന്നെ വിട്ടുകൊടുക്കരുത് എന്ന് ഹാറൂൻ അലൈഹിസ്ലാം മൂസ അലൈഹിസ്ലാമിനോട് പറയുന്നുണ്ട്. മാത്രമല്ല വലാ തജഅൽനി മഅൽ ഖൗമി ളാലിമീൻ, എന്നെ നീ അക്രമികളായ ഈ ശിർക്ക് ചെയ്ത ജനതയുടെ കൂട്ടത്തിൽ പെടുത്തിക്കളയരുത് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തിലെത്തിയപ്പോ മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കാണ്. അതാണ് 151 ആയത്ത്. ഖാല, മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി, എന്റെ നാഥ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരേണമേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് എന്താ പറഞ്ഞത്? വലി അഹി, എന്റെ സഹോദരനും നീ പുറത്തു തരണം, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരേണമേ. വഅദ്ഖിൽന, നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം, ഫി റഹ്മത്തിക, നിന്റെ കാരുണ്യത്തിൽ. വഅൻത, നീ ആണല്ലോ അർഹമുർ റാഹിമീൻ, അർഹം, ഏറെ കരുണ ചെയ്യുന്നവൻ, അർ റാഹിമീൻ, സകല കരുണ ചൊരിയുന്നവരിലും ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്നവനല്ലോ നീ. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാം വല്ലാതെ ദേഷ്യപ്പെട്ടു. 150 പഠിച്ചിട്ടുണ്ട്. ദേഷ്യവും അവസ്ഥയിലെത്തി. ഇത്രയും കാലം തന്റെ കൂടെ കഴിഞ്ഞ ഇസ്രായേൽ സമൂഹം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ സമൂഹം ഇത്ര പെട്ടെന്ന് ിലേക്ക് വഴുതിപ്പോയത് കണ്ടപ്പോ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമിന് അത് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന ദൈവികമായ ആ ഫലകങ്ങൾ മൂസ അലൈഹി ഇസ്ലാം നിലത്തേക്ക് എറിഞ്ഞു. സഹോദരന്റെ തലയ്ക്ക് പിടിച്ചു, എന്നിട്ട് പിടിച്ചു വലിച്ചു, മുടിയിൽ പിടിച്ചു വലിച്ചു എന്നൊക്കെ പരാമർശിക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മൂസ അലൈഹി ഇസ്ലാമിന് തിരിച്ചറിവുണ്ടാകുന്നു. അദ്ദേഹം സംയമനം പാലിച്ച് പരിസരബോധം വീണ്ടെടുത്തു. അതിനുശേഷം മൂസ അലൈഹി ഇസ്ലാം നടത്തുന്ന പ്രാർത്ഥനയാണ് റബ്ബിഗ്ഫിർലി വലി അഖി, നാഥ, എന്നോട് പൊറുക്കണം, എന്റെ സഹോദരനോടും പൊറുക്കണം. അപ്പൊ എന്തായിരിക്കും പൊറുക്കലിനെ തേടുന്നത്? അതിന് ഒരു കാരണം, മൂസ അലൈഹി ഇസ്ലാം കോപിച്ചു, പരിസരബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. അങ്ങനെ കൈവശമുണ്ടായിരുന്ന അള്ളാഹു താല ഏൽപ്പിച്ച ലൗഹ് നിലത്തേക്കിട്ടു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, അതിനാൽ എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. വലി അഹി, എന്റെ സഹോദരനോടും പൊറുക്കണം. എന്താ സഹോദരന് സംഭവിച്ചത്? സഹോദരനെ മൂസ അലൈഹി ഇസ്ലാം ഏൽപ്പിച്ചതായിരുന്നു അവരുടെ മേൽനോട്ടം. പക്ഷേ സഹോദരന് അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവര് ശിർക്ക് പരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുപോയി. സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം യഥാർത്ഥത്തിൽ അതിന് പിന്തുണ നൽകുകയൊന്നും ചെയ്തിട്ടില്ല, മറിച്ച് അവരുടെ സമ്മർദ്ദം കാരണം അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയാതെ പോയതാണ്. ഹാറൂൻ അലൈഹിസ്സലാമോട് നിസ്സഹായനായി. കഴിഞ്ഞ ആയത്തിൽ വന്നല്ലോ, ഇന്നൽ ഖൗമസ്തളഅഫൂനി വഖാദു യഖ്തുലൂനനി എന്ന് പറഞ്ഞു. ഈ സമൂഹം എന്നെ ദുർബലനാക്കി കളഞ്ഞു, എന്നെ അവർ കൊല്ലാൻ ഒരുമ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതേസമയത്ത് സൂറത്ത് ത്വാഹയില്
മറ്റു പലയിടങ്ങളിലും ഇത് സംബന്ധമായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരാശയം, ഞാനിങ്ങനെ അവർക്കിടയിൽ പെട്ടെന്ന് നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയാൽ ഇവർ രണ്ട് കക്ഷികളായിട്ട് ഭിന്നിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് പശുവിനെ ആരാധിക്കുന്നവരും മറ്റൊരു വിഭാഗം ഈ പശുക്കുട്ടിയെ തള്ളിപ്പറയുന്നവരും. ഇങ്ങനെ ഇവർക്കിടയിൽ നീ ഇല്ലാത്ത അവസ്ഥയിൽ ഭിന്നത സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ഏതായാലും നീ വന്നതിന് ശേഷം തീരുമാനമാകാം എന്ന നിലയ്ക്ക്. അതും ഷിർക്കിനെ അംഗീകരിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു താൽക്കാലികമായ ഒരു നയതന്ത്ര നിലപാട് എന്ന നിലയ്ക്ക് മിണ്ടാതിരിക്കുക എന്നതാണ് എനിക്കപ്പോൾ കഴിയുമായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും രണ്ട് പ്രവാചകന്മാരും അള്ളാഹുവിലേക്ക് മടങ്ങാൻ, റബ്ബിഗ്ഫിർലി വലി അഖി, എന്നോട് പൊറുക്കണം എനിക്ക് സംഭവിച്ച ഈ അബദ്ധത്തില്, വലി അഖി എൻ്റെ സഹോദരനോട് പൊറുക്കണം. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, അതിനാൽ പൊറുക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വഅദ്ഖിൽനാ ഫി റഹ്മതിക്, അതോടൊപ്പം ചേർത്ത് പറയാണ് വഅദ്ഖിൽനാ, ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം, ഫി റഹ്മതിക, നിന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നു. എന്തായിരിക്കും? നിന്റെ കോപത്തിന് വിധേയമായ, നീ അകറ്റി നിർത്തുന്ന, നീ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയല്ലോ, അതിനാൽ ഞങ്ങളെ നീ കൈവിട്ട് കളയരുത്, നിന്റെ കാരുണ്യത്തിൽ ചേർത്ത് നിർത്തണം. ആ കാരുണ്യം സ്വർഗത്തോളം വിശാലമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? പൊതുവെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ മഗ്ഫിറത്തും മർഹമത്തുമാണ് തേടുന്നത്. ആദിമാതാപിതാക്കളുടെ പ്രാർത്ഥനയില്ലേ, റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങളോട് പൊറുക്കുന്നില്ലെങ്കിൽ, കരുണ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടു. ഇവിടെയും മഗ്ഫിറത്തും മർഹമത്തുമാണ് എടുത്തു പറയുന്നത്, അല്ലെ? റബ്ബിഗ്ഫിർലി വലി അഖി വഅദ്ഖിൽനാ ഫി റഹ്മതിക് എന്ന് പറഞ്ഞു കണ്ടില്ലേ? മരണവിവരങ്ങൾ അറിയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുക, പഠിച്ചവനെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, മയ്യത്ത് നമസ്കാരത്തില് മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെ? അപ്പൊ മഗ്ഫിറത്ത് മാത്രം പോരാ, മർഹമത്തും വേണം. അള്ളാഹു തെറ്റുകൾ പുറത്തു തന്നാൽ മാത്രം പോരാ, അവന്റെ കാരുണ്യം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നത് അതിൽ വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാം. അതുണ്ടെങ്കിലാണ് അവന്റെ അനുഗ്രഹങ്ങളും അത് മുഖേന സ്വർഗത്തിലെത്താനുള്ള അവസരം ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് ചേർത്ത് പറയാണ് വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനല്ലോ. നേരത്തെയും ഇതുപോലെയുള്ള ശൈലികൾ വന്നത് ഓർക്കുന്നുണ്ടാവും. സൂറത്തു തീനിലില്ലേ, എന്താണ്? അഹ്കമുൽ ഹാക്കിമീൻ, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അള്ളാഹു നീതിമാന്മാരിൽ ഏറ്റവും നീതിയുള്ളവനല്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്ത നീതിമാൻ വേറെ ഉണ്ടോ? യഥാർത്ഥ നീതി അള്ളാഹുവിൽ നിന്നേ ലഭിക്കുള്ളൂ. പക്ഷേ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സംവിധാനങ്ങൾ ലോകത്തുണ്ട്. കോടതിയുണ്ട്, അതുപോലെ നിയമപാലകർ, ജഡ്ജിമാര് ഒക്കെ ഉണ്ടല്ലോ. അവർ മനുഷ്യരാണ്, അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്. അവർക്ക് അദൃശ്യം അറിയില്ല, അവർ പല സാഹചര്യങ്ങൾക്കും വഴങ്ങിപ്പോകാനൊക്കെ ഇടയുണ്ട്. എന്നാലും ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇതേപോലെ അള്ളാഹു അല്ലാത്ത കാരുണ്യവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ കാരുണ്യവാനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതേ സമയത്ത് കരുണ ചൊരിയുന്നവർ, കരുണ മനസ്സിലുള്ളവർ, അത് പ്രകടിപ്പിക്കുന്നവർ ജീവജാലങ്ങളിലൊക്കെ ഇല്ലേ? എല്ലാ ഉമ്മമാരും അങ്ങനെയാണ്, അല്ലെ? കാരുണ്യത്തിന്റെ നിറകുടങ്ങളാണ് എല്ലാ ഉമ്മമാരും. അത് പക്ഷിമൃഗാദികളിലുള്ളവരായാലും മനുഷ്യരുള്ളവരായാലും പ്രകൃതി നിയമമാണത്. എല്ലാ മനുഷ്യരിലും കാരുണ്യമുണ്ട്.
പക്ഷേ യഥാർത്ഥ കാരുണ്യത്തിന്റെ ഉറവിടം അള്ളാഹുവാണ്. അതാണ് അർഹമുർ റാഹിമീൻ. സകലരുടെ അകത്തും കരുണ നിറച്ചവൻ നീയാണ്. അതിനാൽ നീ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ്. അർഹം എന്ന് പറയുമ്പോൾ റഹീം എന്ന വാക്കിന്റെ അതിവിശേഷണമാണ്, അല്ലെ? ഇസ്മു തഫ്ലീൽ എന്ന് പറയുന്ന രീതിയാണ്, സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയില്ലേ, ആ നിലയ്ക്ക് വന്നിട്ടുള്ള പ്രയോഗമാണ്. അത് അള്ളാഹുവിന് മാത്രമേ ചേരുള്ളൂ. അപ്പൊ അതിനാൽ കാരുണ്യവാനെ, കാരുണ്യക്കടലെ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ എന്ന് ഈ പ്രവാചകന്മാര് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്മാരാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അതും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സാധാരണക്കാര് പോലും മനസ്സ് വല്ലാതെ അങ്ങ് തുറന്ന് അവന്റെ മുമ്പിൽ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത് മടികാട്ടുന്നവരാണ്. അത്രയ്ക്ക് വേണോ എന്നാലോചിക്കും. പക്ഷെ ഈ പ്രവാചകന്മാർ, ബോധപൂർവം തെറ്റൊന്നും ചെയ്യാത്ത പ്രവാചകന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മഹത്വം ഒന്നുകൂടി വർദ്ധിക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ മഹത്തരമായ ഒരു പ്രാർത്ഥന മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ നിർവഹിച്ചു. ഇനി അടുത്ത ആയത്ത്, 2 ആയത്തുകൾ വരാൻ പോകുന്നത് ഒരു പ്രസ്താവന രൂപത്തിലുള്ള ആയത്തുകളാണ്. അബദ്ധം ചെയ്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും എന്നാൽ അതിൽ നിന്ന് തൗബ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ 2 ആയത്തുകൾ അള്ളാഹുവിൽ നിന്നുള്ളതാണോ, അഥവാ അള്ളാഹുവിന്റെ നേരിട്ടുള്ള വചനങ്ങളാണോ, അതല്ല മൂസ അലൈഹിസ്സലാമിന്റെ വാക്കുകൾ അള്ളാഹു ഉദ്ധരിക്കുന്നതാണോ എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായങ്ങൾ ഉള്ളതായിട്ട് കാണാം. നമുക്ക് 152 പോവാം. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തിദ് ദുനിയ. ഇന്നല്ലദീന ഇത്തഖദു, നിശ്ചയം സ്വീകരിച്ചവർ, അൽ ഇജ്ൽ, ഈ ഇജ്ലിനെ, പശുക്കുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ സ്വീകരിച്ച ആള്. സ യനാലുഹും, നാലയനാലു, നേടി, വന്നു ഭവിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. നാലയനാലു, വന്നു ഭവിക്കും, ഹും, അവർക്ക്, മേൽ, വന്നു ഭവിക്കും. എന്താണ്? ഗളബും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള ഗളബ്, കോപം അവർക്കു മേൽ വന്നു ഭവിക്കും, അഥവാ അവരെ പ്രാപിക്കും അല്ലെങ്കിൽ അവരെ ബാധിക്കും എന്നാണ്. സയനാലുഹും ഗളബ് മിർ റബ്ബിഹിം, അവരുടെ നാഥങ്കിൽ നിന്നുള്ള കോപം. വദില്ല, നിന്ദ്യതയും അവരെ ബാധിക്കും. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലെ നിന്ദ്യതയും അവരെ ബാധിക്കും. വകദാലിക്, ഇങ്ങനെയാണ്, നജ്സി, നാം കർമ്മഫലം നൽകുന്നത്, ജസാ നൽകുന്നത്, അൽ മുഫ്തരീൻ, കള്ളം കെട്ടിച്ചമക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇങ്ങനെയാണ്. ഇതാണ് 152 ആയത്ത്. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല, നിശ്ചയം പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായിട്ട് വരിച്ചവരുണ്ടല്ലോ, അവർ, സയനാലുഹും ഗളബും മിർ റബ്ബിഹിം, തീർച്ചയായും അവരുടെ നാഥങ്കിൽ നിന്നുള്ള കോപം അവരെ ബാധിക്കും. വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ നിന്ദ്യതയും അവരെ ബാധിക്കും. വകദാലിക നജ്സിൽ മുഫ്തരീൻ, ഇങ്ങനെ കള്ളം കെട്ടിച്ചമക്കുന്നവർക്ക് നാം ഇപ്രകാരമാണ് കർമ്മഫലം നൽകുന്നത്. വളരെ വ്യക്തതയുള്ള ആശയമാണ് ഈ ആയത്ത്, അല്ലെ? ഇവിടെ സാന്ദർഭികമായിട്ട് നാം മനസ്സിലാക്കുന്നു, അല്ലദീന ഇത്തഖദുൽ ഇജ്ൽ ആരാണ്? ഈ ഇസ്രായേൽ സമൂഹമാണ്, മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള സമൂഹമാണെന്ന് മനസ്സിലാവും. ഇത്തഖദ, സ്വീകരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശം, ആരാധനാ മൂർത്തിയായിട്ട് സ്വീകരിച്ചു എന്നാണ്. സയനാലുഹും ഗളബും മിർ റബ്ബിഹിം, അവരെ അള്ളാഹുവിന്റെ കോപം ബാധിക്കും എന്നാണ്. വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തില്
അവർക്ക് നിന്ദ്യതയും ഉണ്ടാവും. ഇത് പഠിക്കുമ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയിൽ നേരത്തെ പഠിച്ച ആയത്ത് ഓർമ്മയിൽ വരും അല്ലെ? ഓർക്കുന്നില്ലേ? അള്ളാഹുവിന്റെ കോപത്തിന് അവർ പാത്രമായി. നിന്ദ്യതയും ദൈന്യതയും അവർക്കുമേൽ മുദ്രയടിക്കപ്പെട്ടു. എന്താ കാരണം? അവര് സത്യത്തെ യഥാവിധി ഉൾക്കൊണ്ടില്ല, വേദഗ്രന്ഥങ്ങളെ മാറ്റിത്തിരുത്തലുകൾ വരുത്തുന്നു, അവര് പ്രവാചകന്മാരെ വധിച്ചു കളയുന്നു. ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ കാണിച്ചത് കൊണ്ടാണ് എന്നവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെയും ഈ സംഭവത്തിൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുമായിട്ട് നമ്മൾ ഈ പ്രയോഗത്തെ കണക്ട് ചെയ്യുമ്പോൾ ഗളബും മിർ റബ്ബിഹിം എന്നാണ്. അൽ മഗ്ലൂബി അലൈഹിം, കോപിക്കപ്പെട്ടവർ അല്ലെ? 5 നേരവും നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കോപിക്കപ്പെട്ടവരുടേതല്ലാത്ത, വഴി പിഴച്ചവരുടേതും അല്ലാത്ത, നീ അനുഗ്രഹിച്ചവരുടേതായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ. അപ്പൊ ശരിക്കും ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോവാണ് അല്ലെ? മാത്രമല്ല പിന്നീട് ഏതൊക്കെ കാലങ്ങളില് ഇങ്ങനെ അള്ളാഹുവെ ധിക്കരിച്ച് അവന്റെ കോപത്തിന് വിധേയരായവരുണ്ടോ അവരൊക്കെയും ഈ ഗണത്തിൽ തന്നെയാണ് വരുന്നത് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ. ഇഹലോകത്ത് നിന്ദ്യത പേറും. നമ്മൾ ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ്? ഈ ഇസ്രായേൽ സമൂഹം ഇന്ന് ലോകം അവരുടെ കയ്യിലല്ലേ? ലോകത്തിന്റെ സാമ്പത്തിക ക്രമം അവരാണ് നിയന്ത്രിക്കുന്നത്, അമേരിക്കയെ പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ എന്ത് നിന്ദ്യതയാണ് അവരെ ബാധിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് അവരനുഭവിക്കുന്ന നിന്ദ്യത എന്നത്. സമ്പത്തും അധികാരവും എല്ലാം കൈവശം ഉണ്ടായിരിക്കെ തന്നെ ജനമനസ്സുകളിൽ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള വിദ്വേഷവും വെറുപ്പും പുച്ഛവും എല്ലാം തന്നെയാണ് അല്ലെ? ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ ഒരു ഇല്ലാ രാജ്യത്തിന്റെ, നിലവിലില്ലാത്ത ഒരു രാജ്യത്തിന്റെ പതാക പറന്നുകൊണ്ടേയിരിക്കുകയാണ് ലോകം മുഴുവൻ. അതാണ് ഫലസ്തീൻ എന്ന രാജ്യം അല്ലെ? ശരിക്കും ഇസ്രായേൽ രാജ്യവും സിയോണിസവും അവർക്ക് പിൻബലം നൽകുന്ന സാമ്രാജ്യത്വ ശക്തികളും എല്ലാവരും നിന്ദ്യരായി മാറിപ്പോയില്ലേ ലോകത്തിന് മുമ്പില്? അതാണ് ഒടുവിൽ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉടമ്പടി, ഒരു കരാറ് തട്ടിക്കൂട്ടിയിട്ട് വെടിനിർത്തൽ എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നത്. അതേസമയത്ത് ആ കൊച്ചു സംഘം എന്തൊരാർജവത്തോടെയാണ് ലോകത്തെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ കണ്ടത് അല്ലെ? പെട്ടെന്ന് ബോംബെറിഞ്ഞ് അവരുടെ നേതാക്കന്മാരെ ഇല്ലാതാക്കി കളയാം എന്നൊരു തീരുമാനിച്ചു ഖത്തറില്. പക്ഷെ എന്താ സംഭവിച്ചത്? അതേ നേതാക്കന്മാരുടെ മുമ്പിൽ വന്ന് അവരുമായിട്ട് വെടിനിർത്തൽ കരാർ ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി അവരുടെ സൈനിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി അല്ലെ? ദില്ലത്താണ്. അതാണ് ദില്ല എന്നത്. സമ്പത്തുണ്ടായാൽ ഒരാൾ മാന്യനാകുമോ? ഒരുപക്ഷെ സമ്പത്ത് കൊണ്ട് അയാൾ ചെയ്ത അബദ്ധങ്ങളൊക്കെ മായ്ച്ചു കളയാൻ അയാൾ ശ്രമിച്ചേക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ മാന്യനാവുന്നില്ലല്ലോ. അധികാരം കൊണ്ടും മനുഷ്യൻ മാന്യനാവുകയില്ല. അത് നിലപാടാണ്. നമ്മൾ അവിടെ കണ്ടത് അതാണ്. ആ കൊച്ചു സംഘത്തിന്റെ ആർജവം, അവരുടെ സംസ്കാരം, അവരില് 67,000 മനുഷ്യരെ ഇല്ലായ്മ ചെയ്ത് 2 ലക്ഷത്തോളം ആളുകൾ പരിക്ക് പറ്റി നിത്യ യാതന അനുഭവിക്കുന്നു. എന്നിട്ടും അവര് പ്രകടിപ്പിക്കുന്ന അന്തസ്സുണ്ടല്ലോ, അതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. അത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. അപ്പൊ അന്നും ഇന്നും ശരിക്കും ഈ സമൂഹം അനുഭവിക്കുന്ന ദില്ലത്ത് എന്താണെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ?
സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലത്തും ഫിൽ ഹയാത്തി ദുനിയ. അപ്പൊ ഐഹിക ജീവിതത്തിൽ അവരിത് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും എന്നുള്ളതാണ്. വേറെ എന്ത് കൈവശം ഉണ്ടായാലും അതൊക്കെ പൊട്ടിച്ച് ആളെ പേടിപ്പിക്കാം, ഇല്ലാതെയാക്കാം, പക്ഷേ കൊല്ലാം, തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ, ആ അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ ഗളബും ദില്ലത്തും പറയുമ്പോൾ ദില്ലത്ത് ഇഹലോകത്താണ്, ഗളബ് പരലോകത്താണ്. ഇപ്പൊ എന്തായിരിക്കും ഗളബ്? ഗളബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസാബാണ്. നാളെ പരലോകത്ത് ഇവർ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരെ കുറിച്ച് പറയുമ്പോൾ അവര് ഷിർക്ക് ചെയ്തു. ഷിർക്ക് കൊടിയ ദുൽമാണ്, അക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ദുൽമ് ചെയ്ത ആളുകൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവര് തൗബ ചെയ്യാതിരിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങിയേ പറ്റും എന്ന് മനസ്സിലാക്കണം. വകദാലിക നജ്സിൽ മുഫ്തരീൻ. ഇഫ്തറ യഫ്തരി, കെട്ടിച്ചമച്ചു എന്നാണ്. ഇവിടെ എന്താ കെട്ടിച്ചമച്ചത്? ഇല്ലാ കഥകൾ ഉണ്ടാക്കിയിട്ട്, അല്ലെ? ഇതിഹാസ കഥകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പലതരത്തിലുള്ള വാമൊഴിയായുള്ള കഥകൾ പലതും പറഞ്ഞ് പറഞ്ഞ് അതൊരു വിശ്വാസമായിട്ട് രൂപപ്പെടുത്തി, അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ച എന്തൊക്കെയോ സൃഷ്ടിജാലങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് അങ്ങനെ അതിൻ്റെ മേൽ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇഫ്തിറാ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. കെട്ടിച്ചമച്ച് പറയുക. ഷിർക്കുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ പലയിടങ്ങളിലും ഈ പ്രയോഗം വന്നിരിക്കണം. അത് തന്നെയാണ് വകദാലിക നജ്സിൽ മുഫ്തരീൻ. ഇങ്ങനെ കെട്ടിച്ചമുക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ഇതാണ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഇതാണ്. ഇഹലോകത്ത് നിന്ദ്യതയും പരലോകത്ത് ദൈവകോപവും ശിക്ഷയും അവരെ കാത്തിരിക്കുന്നു. ഇനി അതിന്റെ മറുവശം പറയാൻ, വല്ലദീന അമിലു സയ്യിആത്ത്, സയ്യിഅത്ത് തിന്മ, വല്ലദീന അമിലു സയ്യിആത്ത്, തിന്മ ചെയ്യുന്നവർ ഉണ്ടല്ലോ, സുമ്മ താബു, പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നവര്, മിൻ ബഅദിഹ, അതിന് ശേഷം, ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം, വ ആമനു, എന്നിട്ടോ സത്യവിശ്വാസം കൈക്കൊണ്ട് അതിലേക്ക് തിരിച്ചു വന്ന ആൾക്കാർ, ഇന്ന റബ്ബക്, നിശ്ചയം നിന്റെ നാഥൻ, മിൻ ബഅദിഹ, അതിന് ശേഷം, ലഗഫൂർ, ഏറെ പൊറുക്കുന്നവനാണ്, റഹീം, കരുണാനിധിയുമാണ്. ഇതേ അബദ്ധം ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്ന ആളുകൾക്കുള്ള മഹത്തായ വാഗ്ദാനമാണ് ഇവിടെ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നത്. വല്ലദീന അമിലു സയ്യിആത്ത്, തിന്മ ചെയ്തു പോയ ആൾക്കാരാണ് അവരും. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഏതോ ഒരു ഘട്ടത്തിൽ നിർബന്ധിതമായി അങ്ങനെ ചെയ്തു പോയി, അല്ലെങ്കിൽ അതിൽ എന്തോ ഉണ്ട് എന്ന് തോന്നി, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ മനസ്സ്. അങ്ങനെ ചെയ്തു പോയി. അവിടെ സയ്യിഅത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സയ്യിഅത്ത് തിന്മ എന്നുള്ള അർത്ഥത്തിലാണ്. സുമ്മ താബു, എന്നിട്ട് അവർ തൗബ ചെയ്യാണ്, മിൻ ബഅദിഹ, അതിന് ശേഷം, ഈ ശിർക്ക് സംഭവിച്ചതിന് ശേഷം, വ ആമനു, വിശ്വാസം പുതുക്കുന്നു, ഇന്ന റബ്ബക മിൻ ബഅദിഹ ലഗഫൂറുർ റഹീം, നിന്റെ റബ്ബ് ഇതിനെല്ലാം ശേഷവും സകലം പൊറുക്കുന്ന കരുണാനിധിയാണ്. ഈ ആയത്തിൽ ശ്രദ്ധിച്ചാൽ മുമ്പ് കഴിഞ്ഞതിനെ കുറിച്ച് പറയാൻ 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ? ഒന്ന് സുമ്മയാണ്, സുമ്മ താബു, അവര് തെറ്റ് ചെയ്തു, സുമ്മ താബു, എന്നിട്ട് അവര് തൗബ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുമ്മ താബു മിൻ ബഅദിഹ, വീണ്ടും പറയാണ് അതിന് ശേഷം. പിന്നെയും പറയുന്നുണ്ട് ഇന്ന റബ്ബക മിൻ ബഅദിഹ. 2 മിൻ ബഅദിഹ ഉണ്ട്, ഒരു സുമ്മയും ഉണ്ട്, അല്ലെ? അതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണെന്നറിയാം, അവര് ദീർഘകാലം ഒരുപക്ഷെ ശിർക്കിനോടൊപ്പം സഞ്ചരിച്ചിരിക്കാം. അങ്ങനെയൊക്കെ ആയാലും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സ്വഹാബാക്കളിലെ അവരിൽ അധിക പേർക്കും ഒരു പൂർവ്വ ചരിത്രമുണ്ട്. മക്കീ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചവർക്ക് പ്രത്യേകിച്ചു. അവര് ശിർക്ക് ചെയ്തിരുന്നു,
പലവിധ കൊള്ളരുതായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഈ സത്യം സ്വീകരിക്കുന്നതോടുകൂടി എന്തായി? ഏറ്റവും വിശിഷ്ടരായ അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട സത്യവിശ്വാസികളായി മാറി. അതോടെ കഴിഞ്ഞത് കഴിഞ്ഞു, അല്ലേ? ആ അവസ്ഥയിൽ കാര്യങ്ങൾ അവസാനിക്കും. അപ്പൊ ആ ഒരു വിശുദ്ധിയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ മുങ്ങിക്കുളിയാണ് ശരിക്കും ഇവിടെ അള്ളാഹു ആവർത്തിച്ചിങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. സുമ്മ താബു മിൻ ബഅദിഹാ വആമനു ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. അപ്പൊ അവിടെ എന്താണ് ആമനു ചേർത്ത് പറഞ്ഞത്? തൗബയോടൊപ്പം തൗബയും ആമനുവും പറഞ്ഞത് എന്താണ്? അപ്പൊ ഈ അവസ്ഥയിൽ വിശ്വാസപരമായ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ, ഷിർക്കിൽ അകപ്പെട്ട് കഴിയുമ്പോൾ അയാളിൽ നിന്ന് ഈമാൻ ഇറങ്ങിപ്പോയി. ആ ഈമാനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ഈമാൻ പുതുക്കണം എന്നുള്ളതാണ്. അത് തൗബയുടെ ഒരു കണ്ടീഷനാണ്, അല്ലേ? എന്ന് മനസ്സിലാക്കണം. ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം പുതുക്കുക എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ തൗബ എന്ന് പറയുമ്പോൾ വിശ്വാസം പുതുക്കലും പിന്നെ കർമ്മങ്ങൾ അതനുസരിച്ച് നന്നാക്കലുമാണ്, ജീവിതത്തെ മാറ്റിപ്പണിയലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, അവൻ സകലം പൊറുക്കുന്ന കരുണാനിധിയാണ്. മുകളില് മൂസാ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, വ അൻത അർഹമുർ റാഹിമീൻ, അതുകൊണ്ട് നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പൊ ഇവിടെ അല്ലാഹു തആല മറുപടി പറയാണ്, അവൻ ലഗഫൂറുർ റഹീം, തീർച്ചയായും സകലം പൊറുക്കുന്ന കരുണാനിധിയാണ് എന്ന് വാക്ക് തരാൻ. ഇപ്പൊ നമ്മളൊക്കെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട്, കുടുംബത്തിലെ പാരമ്പര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ബിദ്അത്തുകളിലൊക്കെ ചെന്നുപെടാൻ ഇടയുണ്ട്, അല്ലെ? അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത പലവിധ ജീവിത സമ്പ്രദായങ്ങളിൽ ചെന്നുപെടും. ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ മനസ്സ് ടെൻഷനാവും, പഠിച്ചോനെ മുമ്പ് ഞാൻ പല അബദ്ധങ്ങൾ ചെയ്തു പോയതാണല്ലോ എന്നുള്ള അസ്വസ്ഥത ഉണ്ടാവും. അപ്പോഴൊക്കെയും തിരിച്ചറിയേണ്ടത്, ഞാൻ വിശ്വാസം പുതുക്കി തൗബ ചെയ്ത് കർമ്മങ്ങൾ നന്നാക്കി അള്ളാഹുവിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാ, അതുകൊണ്ട് അവൻ പുറത്തു തരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. അതേസമയം ശിർക്ക് ചെയ്ത് അതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോയാലോ, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്ത് വെച്ച് ഒരാളൊരു തിന്മ ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു, അയാൾ തൗബ ചെയ്യാൻ. പക്ഷെ അതേ സമയത്ത് ഈ ലോകത്ത് വെച്ച് ഇവിടെ അങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടം നിശ്ചയിക്കുന്ന ഇസ്ലാമികമായ ശിക്ഷാവിധി അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും, അല്ലേ? അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ തൗബ ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി എന്നിരിക്കട്ടെ, അപ്പൊ അയാളുടെ ബന്ധുക്കൾ കോടതിയിൽ പറയാണ്, ഇയാളെ മാപ്പ് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, ഇയാളെ കൊലപ്പെടുത്തണം. ഇസ്ലാമികമായിട്ട് പറയുമ്പോൾ ഖിസാസ് എന്ന നിലക്ക് അയാൾ അതിന് അർഹനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. കാരണം ഈ ലോകത്തെ ക്രമം ഉണ്ടല്ലോ, ക്രമസമാധാനം, നീതി, അത് അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാവും. ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി കുറ്റവാളിയെ ശിക്ഷിച്ചില്ല, അങ്ങനെ വരുമ്പോൾ കുറ്റവാളികളുടെ എണ്ണം പിന്നെയും കൂടും. ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? അതുകൊണ്ട് ഈ ലോകത്ത് അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വേറൊരു ശൈലിയിൽ ആലോചിച്ച് നോക്ക, ഒരാള് വിഷം കഴിച്ചു, അപ്പൊ ആത്മഹത്യ ഇസ്ലാമികമായിട്ട് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ വിഷം കഴിച്ചതിന് ശേഷം അയാൾ പറയാണ്, ഞാൻ പെട്ടെന്ന് ആ ഒരു ചിന്തയിൽ വിഷം കഴിച്ചു, പക്ഷെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൽ തൗബ ചെയ്തിരിക്കും. പക്ഷെ അങ്ങനെ അയാൾ തൗബ ചെയ്തത് കൊണ്ട് അയാളിലെ വിഷം ഇറങ്ങിപ്പോവോ? ഇല്ലല്ലോ. ആ വിഷം ശരീരത്തില് ഓരോ അംശങ്ങളിലും ചേർന്ന് അയാൾ ചിലപ്പോൾ അടുത്ത നിമിഷം മരിച്ചു പോയേക്കും, അല്ലെ? അതിനാൽ ഭൗതികമായ
അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളും അതിലെ സംവിധാനങ്ങളൊക്കെ ഒന്ന് വേറെയാണ്. എന്നാൽ അയാൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അയാൾക്ക് സ്വർഗം ലഭിക്കും, അല്ലെ? തൗബ ചെയ്തെങ്കിൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകിയേക്കും. അതിനാൽ ഈ കാര്യങ്ങളെ രണ്ടിനെയും പരസ്പരം ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്താൽ, അള്ളാഹുവോട് തൗബ ചെയ്താൽ അള്ളാഹു പരലോകത്ത് അയാൾക്ക് പുറത്തു കൊടുത്തേക്കും, അയാളുടെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ. അതേസമയം അയാൾ ചെയ്ത തെറ്റ് മറ്റൊരാളെ ബാധിക്കുന്ന രൂപത്തിലാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ആ നിലക്കാണ് ഈ ആയത്തുകളെ നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് എന്നുകൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സംഭവത്തില് ഒടുവിൽ എന്തായി? മൂസ അലൈഹി ഇസ്ലാമിന്റെ കോപം ശമിച്ചു എന്ന് മനസ്സിലാവുന്നു, അല്ലെ? അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചു. അതിനെക്കുറിച്ച് തന്നെയാണ് 154 അടുത്ത ആയത്തിൽ കൂടി പറയുന്നുണ്ട്. വലമ്മ സക്കത്ത മൂസൽ ഗളബ്. സക്കത്ത എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു എന്നാണ്. ശരിക്കും സക്കത്ത മൗനമായി എന്നാണ് അർത്ഥം. നമ്മള് ചില സൂറത്തുകളിൽ സീൻ എന്നൊരക്ഷരം കൊടുത്ത് കാണാറുണ്ടല്ലോ. ആ സീനിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ ശ്വാസം വിടാതെ നിർത്തുക എന്നുള്ളതാണ്, അല്ലെ? കല്ലബൽ റാന അലാ ഖുലൂബിഹിം. സൂറത്തുൽ മുത്തഫിഫീനിൽ അങ്ങനെ ഒരു സീന് കാണും. കല്ലബൽ റാന, അങ്ങനെയാണ്. അപ്പോ അതിന് സക്ത എന്ന് പറയും, മൗനം പാലിക്കുക. ഇവിടെ ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോപം ശമിക്കുക എന്നുള്ള ആശയമാണ്. വലമ്മ സക്കത്ത മൂസൽ ഗളബ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കോപം ഇറങ്ങിപ്പോയി, കോപം ശമിച്ചപ്പോ അഹദൽ അൽവാഹ്. മൂസ അലൈഹി ഇസ്ലാം ആ ഫലകങ്ങള് കയ്യിലേക്ക് എടുത്തു. നേരത്തെ നിലത്തിട്ടില്ലേ, അള്ളാഹു നൽകിയ ഫലകമല്ലേ, അത് കയ്യിലേക്ക് എടുത്തു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, പഠിച്ചവനെ പൊറുക്കണേ, പെട്ടെന്ന് പരിസരം മറന്ന് ദേഷ്യം വന്നു പോയതാണ്, അതും നിന്റെ ദീനിന് വേണ്ടിയിട്ട് തന്നെയാണ് ദേഷ്യപ്പെട്ടത്, അല്ലെ? വ്യക്തിപരമായ ഒരു കാര്യത്തിലല്ല എന്ന നിലയ്ക്ക് ആദരവോടെ ആ ഫലകം കയ്യിലേക്ക് എടുത്തു. വഫി നുസ്ഖത്തിഹ. നുസ്ഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർപ്പ് എന്നാണ് ആ വാക്കിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. ഒരു സംഗതി പകർത്തിയെടുക്കുന്നതിന് നുസ്ഖത്ത് എന്ന് പറയും. ഒരു കാര്യം ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതുക. അതുപോലെ ഫോട്ടോ കോപ്പി ഇല്ലേ, ആ നിലയ്ക്ക് പകർത്തിയെടുക്കുന്നതിന് പറയും. അപ്പൊ അതിന്റെ രേഖയിൽ, അതിന്റെ പകർപ്പിൽ ഉണ്ട് എന്നാണ്. അല്ലാഹു തആല ഈ ലൗഹ്, ഈ വെളുത്ത ലൗഹിന്റെ പ്രതലത്തിലേക്ക് ചില വാക്കുകൾ പകർത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നുസ്ഖ. വഫി നുസ്ഖത്തിഹ, അതിലെ രേഖയിൽ ഉണ്ട്, ഹുദൻ, സന്മാർഗമുണ്ട്, വറഹ്മ, ദൈവിക കാരുണ്യവുമുണ്ട്. ആർക്കാണ് പ്രയോജനപ്പെടുക? ലില്ലദീനഹും ലിറബ്ബിഹിം യർഹബൂൻ. ആരാണോ അവരുടെ റബ്ബിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിതാന്ത ജാഗ്രത പാലിച്ച് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ ഹുദയും റഹ്മത്തുമുള്ളത്. വേദവചനങ്ങളെപ്പറ്റി, വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പൊതുവെ പറയുന്ന വിശേഷണമാണ്. ഖുർആനെ കുറിച്ചും ഹുദം വ റഹ്മ എന്ന് ധാരാളമായിട്ട് ഖുർആനിൽ തന്നെ വന്നത് കാണും. അപ്പൊ ആ നിലയ്ക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്മാർഗം ഇതിലുണ്ട്, കാരുണ്യവും ഇതിലുണ്ട്. സന്മാർഗം ഈ ലോകത്ത് നല്ല നിലയ്ക്ക് ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്. കാരുണ്യം അള്ളാഹു നൽകിയിരിക്കുന്ന നിയമവിധികൾ, അതിലെ ലാളിത്യം, അവ പ്രയോജനപ്പെടുത്തിയിട്ട് ഏറ്റവും വിശിഷ്ടമായ ജീവിതം നയിക്കാനുള്ള അവസരവും സ്വർഗപ്രാപ്തിയും തന്നെയാണ്. അത് ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അല്ലാഹു തആല ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് കാണാം. ഏതായാലും പ്രബോധകന്മാർക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ആയത്തുകളാണിത്, അല്ലെ? അങ്ങനെ നമ്മൾ സമൂഹം തെറ്റുകൾ ചെയ്യുമ്പോൾ, സമൂഹത്തിന് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ എടുത്തു ചാടിയിട്ട് പ്രതികരിക്കുന്ന രീതി പാടില്ല എന്നൊരു പാഠം ഇതിലുണ്ട്. അതേ സമയത്ത് അവർക്ക് സംഭവിച്ച തെറ്റ് ബോധ്യപ്പെടുത്തി അവരെ തിരുത്തുക എന്നുള്ള വലിയ പാഠവും ഇതിൽ ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും.
അതിനാൽ ഈ ആയത്തുകളിൽ നിന്ന് ഒരു പ്രബോധകന്റെ സംസ്കാരം ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കണം. ഇതിലെ പുതിയ വാക്കുകൾ നോട്ട് ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തി പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചില ബിംബങ്ങളെ, ചില രൂപങ്ങളെ ഒക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പുതിയ ഒരു ഭരണകൂടത്തെ തന്നെ രൂപപ്പെടുത്തി ആ നിലയിൽ സമൂഹത്തിൻ്റെ പ്രകൃതിപരമായ വിശുദ്ധമായ വിശ്വാസ മൂല്യങ്ങളെല്ലാം മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു തആല ഇങ്ങനെ ഒരു കഥ പറയുകയല്ല, മറിച്ച് ഇതിൻ്റെയൊക്കെ തനി ആവർത്തനങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കുക എന്ന വലിയ പാഠവും ഈ ആയത്തുകൾ നൽകുന്നു. അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണ റബ്ബെ. വിശുദ്ധമായ മനസാക്ഷിയും ഏറെ വിശുദ്ധമായ ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അടിയുറച്ച് മുന്നേറുവാൻ തൗഫീക്ക് നൽകണേ നാഥ. അബദ്ധങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബെ. എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകണേ നാഥ. ഗസയിലെ സഹോദരങ്ങൾ താൽക്കാലികമായി ആശ്വാസത്തിലാണ്. അവർ ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നു നാഥ. ഈ വെടിനിർത്തലിലൂടെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക്, ഫലസ്തീനിന്റെ വിമോചനത്തിലേക്ക്, അത് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിലേക്ക്, ഖുദ്സിന്റെ വിമോചനത്തിലേക്ക് നീ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കണേ റബ്ബെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله.